നിഷികാന്ത് ദുബെ എന്ന് പറയുന്ന BJP MP നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അറിയാത്തവർക്കും ഇന്നലെ അയാളുടെ നാവ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതിക്കെതിരെ ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന കലാപങ്ങൾക്ക് ഉത്തരവാദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് പറഞ്ഞു വെച്ച വിദ്വേഷ നാക്ക് ഇന്ന് വീണ്ടും വിഷം തുപ്പുകയാണ്. ഇന്ന് പറഞ്ഞിരിക്കുന്നത് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന SY ഖുറേഷിക്കെതിരെയാണ്. അദ്ദേഹം മുസ്ലിം കമ്മീഷണർ ആയിരുന്നുവെന്നാണ് ഈ നിഷികാന്ത് ദുബെ എന്ന് പറയുന്ന BJPയുടെ MP പറയുന്നത്. മുസ്ലിം വിഭാഗങ്ങൾക്ക് വോട്ടർ ID നൽകിയെന്നാണ് നിഷികാന്ത് ദുബെയുടെ വിവാദ പരാമർശം. മുസ്ലിംകളും ഈ നാട്ടിലെ മനുഷ്യരാണ് സാർ, അവർക്കും വോട്ടവകാശമൊക്കെ ഉണ്ട്. താങ്കളെപ്പോലെ വർഗീയ വിഷം തുപ്പുന്നവർക്ക് അത് കാണാൻ കഴിയില്ലെന്നേ ഉള്ളൂ. അവരും ഈ നാട്ടിലെ മനുഷ്യരാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അത് തിരിച്ചറിയാൻ കുറച്ചെങ്കിലും മനുഷ്യത്വം വേണം. തലയ്ക്കകത്ത് ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇപ്പോൾ ഇതാ അബ്ദുൾ റഷീദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അബ്ദുൾ റഷീദ്, നോക്കൂ, നിഷികാന്ത് ദുബെ ജനപ്രതിനിധിയാണ്, MP ആണ്, BJPയുടെ നേതാവാണ്. വർഗീയ വിഷം മാത്രമാണ് തുപ്പുന്നത്, അതിനുവേണ്ടി മാത്രം വാതുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. SY ഖുറേഷി മുസ്ലിം കമ്മീഷണറായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വോട്ടർ ID നൽകിക്കൊണ്ട് ഈ നാട്ടിൽ വലിയ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നൊക്കെ പറഞ്ഞു വയ്ക്കുകയാണ്. BJP ഈ MP-യുടെ പരാമർശങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിക്കെതിരെയും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കെതിരെയും വലിയ വിദ്വേഷ പരാമർശങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് നിഷികാന്ത് ദുബെ വീണ്ടും ഒരു വിദ്വേഷ പരാമർശവുമായി രംഗത്തെത്തുന്നത്. പ്രത്യേകിച്ചും ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള SY ഖുറേഷിയുടെ എക്സ് പോസ്റ്റിൽ ഒരു മറുപടിയിലാണ് ഇത്തരത്തിലൊരു വിദ്വേഷ പരാമർശവുമായി വീണ്ടും നിഷികാന്ത് ദുബെ രംഗത്തെത്തുന്നത്. അതായത് വഖഫ് ഭേദഗതി നിയമം മുസ്ലിം വിഭാഗങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള ഗൂഢമായിട്ടുള്ള ശ്രമമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ SY ഖുറേഷി തൻ്റെ എക്സ് പോസ്റ്റിൽ കുറിപ്പിട്ടത്. ഇതിനടിയിലാണ് ഇത്തരത്തിലൊരു മറുപടിയുമായി നിഷികാന്ത് ദുബെ എത്തിയത്. പ്രധാനമായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നില്ല SY ഖുറേഷി, അതേസമയം മുസ്ലിം വിഭാഗത്തിൻ്റെ കമ്മീഷണർ ആയിരുന്നു എന്നുള്ള ഒരു പരാമർശമാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ പരാമർശങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും ഈ ദുബെ ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഖുറേഷിയുടെ ഭരണകാലത്ത്, അതായത് 2010-നും 2012-നും ഇടയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന SY ഖുറേഷിയുടെ ഭരണകാലത്ത് ജാർഖണ്ഡിലെ സന്താൽ ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടർ ID നൽകുകയും അത്തരത്തിൽ കൂടുതൽ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വോട്ടർ IDയും വോട്ടവകാശവും നൽകുന്നതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് SY ഖുറേഷിയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ദുബെ ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ കടുത്ത പ്രതിഷേധം വീണ്ടും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇടത് പാർട്ടികളുടെയും അതോടൊപ്പം മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും ഭാഗത്തു നിന്നൊക്കെ തന്നെയും ഇതിനെതിരെ വലിയ വിദ്വേഷം ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ വിദ്വേഷ പരാമർശമാണ് ദുബൈയുടെ ഭാഗത്തും ഉണ്ടായത്. അതേസമയം JP നദ്ദ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു തിരുത്തൊന്നും ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു MP എന്ന നിലയിൽ ഒരു ജനപ്രതിനിധിയായി നിൽക്കുന്ന നിഷികാന്ത് ദുബെ ഇങ്ങനെ സംസാരിക്കുന്നത് മാന്യതയ്ക്ക് നിരക്കുന്നതാണോ എന്നൊരു ചോദ്യം പോലും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ലല്ലോ. ഇന്നലെ നമ്മൾ ആകെ കണ്ടത് എന്താണ്? JP നദ്ദയുടെ ഒരു ഉപദേശമാണ്, ഇനി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലോടി വിടുന്നൊരു ഉപദേശം മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ BJP നേതൃത്വം? അവർ തന്ത്രപരമായ മൗനം ഇങ്ങനെ പാലിക്കുകയാണോ? മനു, ഈ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ട് വേർതിരിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് BJPയുടെ ഗൂഢമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് ഒരു തുറന്ന സത്യം തന്നെയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് ഇതുവരെയും BJP നേതാക്കളോ അല്ലെങ്കിൽ BJPയുടെ മറ്റു അംഗങ്ങളൊന്നും തന്നെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ദുബൈയുടെ ഈ പ്രസ്താവനകൾ തള്ളിക്കൊണ്ട് JP നദ്ദ രംഗത്തെത്തിയിരുന്നെങ്കിൽ പോലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് ഇതുവരെയും BJP നേതൃത്വങ്ങളൊന്നും അല്ലെങ്കിൽ കേന്ദ്രങ്ങളൊന്നും തന്നെ
എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷ പരാമർശങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സമീപനമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പോലും MP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇതിന് വലിയ പ്രതിഷേധവും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം BJP ഇതിൽ മൗനം പാലിക്കുകയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മൗനം പാലിക്കുക തന്നെയായിരിക്കും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ BJP നേതാക്കളൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഈ വിദ്വേഷ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മനു, ശരി, നോക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഒരു ജനപ്രതിനിധിയാണ് ഈ രീതിയിൽ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള വാക്കുകളുമായി ഇറങ്ങിയിരിക്കുന്നത്, വർഗീയ വിഷം തുപ്പുന്നത്. മനുഷ്യരെ മനുഷ്യനായി കാണാൻ ഇവർക്ക് എന്ന് കഴിയും എന്നാണ് നമ്മളെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ചോദ്യം. സുപ്രീം കോടതിയായിരുന്നു ഇന്നലെ ഇരയെങ്കിൽ ഇന്നിതാ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരുന്നു അയാൾ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു വെക്കുകയാണ്. മുസ്ലിം കമ്മീഷണറായിരുന്നു SY ഖുറേഷി എന്ന് പറഞ്ഞു വെക്കുകയാണ്. നേരത്തെ നമ്മൾ ചോദിച്ചതുപോലെ മുസ്ലിങ്ങൾ എന്താ ഈ നാട്ടിലെ മനുഷ്യരല്ലേ, അവർക്ക് വോട്ടർ ID കൊടുക്കണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്. ബംഗ്ലാദേശ് കുടിയേറ്റക്കാർക്കാണ് കൊടുത്തതെന്ന് പറയുന്നു. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് താങ്കൾ പറയുന്നത്? അത് തെളിയിക്കാനുള്ള എന്തെങ്കിലും രേഖകൾ താങ്കളുടെ കൈകളിലുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ച് എന്ത് മറുപടിയാണ് താങ്കൾക്ക് പറയാനുണ്ടാവുക എന്ന് ഈ ഘട്ടത്തിൽ നമ്മളിങ്ങനെ ഓരോ നിമിഷവും ഇവരോട് ചോദിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണുള്ളത്. പക്ഷേ എന്തും പറയാം ഇപ്പോൾ സംഘപരിവാറിന് എന്നതാണ് രാജ്യത്തെ അവസ്ഥ. അത് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്.